പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നോമ്പിലെ 28-ാം ദിവസമാണിന്ന്. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ, ഞായറാഴ്ച ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മീയ ചൈതന്യത്തോടെ, തപശ്ചര്യകളുടെ തീക്ഷ്ണതയോടെ നമ്മൾ മുമ്പോട്ട് നീങ്ങുന്ന ഈ നോമ്പുകാലം നമ്മളെ തന്നെ നവീകരിക്കുന്നതിനും ദൈവത്തെ കൂടുതൽ കണ്ടെത്തുന്നതിനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ചത് 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട ഒരു സ്ത്രീയെ ഒരു പൊതുവിചാരണ എന്ന രീതിയിൽ ഈശോയുടെ മുമ്പിൽ ആളുകൾ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഈശോയുടെ കരുണാർദ്രമായ ഇടപെടലിലൂടെ ആ കൊണ്ടുവന്ന പാപിനിക്ക് പശ്ചാത്താപത്തിലേക്ക് ഒരു ബോധ്യവും, അതുപോലെ അവളെ പിടിച്ചുകൊണ്ടുവന്ന് നല്ലവരായി ചമഞ്ഞിരുന്ന ആളുകൾക്ക് വീണ്ടും വിചാരത്തിനുള്ളൊരു അവസരവും ഈശോ നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. നിയമത്തിൻ്റെ മുകളിൽ കരുണ ജയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്ന ആത്യന്തികമായ സത്യം. ഒത്തിരിയേറെ ആത്മീയ ഉൾക്കാഴ്ചകളുള്ള ഈ തിരുവചന ഭാഗത്ത് നിന്ന് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. തിരുവചനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈശോ ഒരു രാത്രി മുഴുവൻ ഒലിവുമലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുശേഷം അവൻ പ്രഭാതമായപ്പോൾ ഇറങ്ങി വന്ന് ദേവാലയത്തിലിരുന്ന് അവരെ പഠിപ്പിച്ചു. ആ ഒരു സമയത്താണ് ഇപ്രകാരം ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതും തുടർന്നുള്ള രംഗങ്ങൾ അവിടെ നടക്കുന്നതും. ഈശോ ദൈവമാണ്, ദൈവികമായ ജ്ഞാനം ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഒരു കാര്യത്തിൽ അവരാരും കാണാത്ത, കൊണ്ടുവന്നവരാരും കാണാത്ത ഒരു മറുവശം, ഒരു പുതിയ വശം കാണാനും അതിനനുസരിച്ച് ആ സ്ത്രീയോട് ഇടപെടാനും ആളുകളോട് സംസാരിക്കാനും ഈശോയ്ക്ക് സാധിക്കുന്നു. ഇതിന് വലിയ ശക്തിയും പ്രേരകവുമായി നിന്നത് തലേ രാത്രി മുഴുവൻ ഈശോ പിതാവിനോട് പ്രാർത്ഥനയിൽ ആലോചന ചോദിക്കുകയായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്കും ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, തെറ്റില്ലാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പ്രാർത്ഥനയുടെ പിൻബലം ഏറ്റവും അത്യാവശ്യമാണെന്ന് ഈശോ ഇവിടെ സ്വന്തം മാതൃക കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. പ്രാർത്ഥിക്കാതെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം പറയുകയല്ല. പ്രാർത്ഥനയിൽ ദൈവപിതാവിൻ്റെ മനസ്സ് തന്നെയാണ്, പ്രാർത്ഥനയിൽ അറിഞ്ഞ ദൈവപിതാവിൻ്റെ മനസ്സ് തന്നെയാണ് ഈശോ കരുണയുടെ രൂപത്തിൽ ഈ സ്ത്രീയുടെ മുമ്പിൽ അവിടെ കാണിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, ജീവിതത്തിന് നിർണായക ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകളും തോന്നലുകളും മാത്രം നമ്മുടെ തീരുമാനത്തെ സ്വാധീനിക്കാതെ ഏറ്റവും കൂടുതലായി, ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ. തൻ്റെ വലിയ പീഡാസഹനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈശോ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് പിതാവിൻ്റെ മനസ്സറിയുന്നതാണ് നമ്മൾ കാണുന്നത്. കുരിശ് മാറിപ്പോകണമേ എന്ന മാനുഷികമായ രീതിയിലുള്ള ചിന്തയോടെ ചെന്ന ഈശോ എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥനയിലൂടെ തിരിച്ചറിഞ്ഞ് കുരിശിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ ഏറ്റവും വലിയ പിൻബലം ഓരോ തീരുമാനങ്ങളിലും ദൈവത്തോടുള്ള നമ്മുടെ സംസാരവും ആലോചനയും പ്രാർത്ഥനയുമാകണമെന്ന് ഈശോ തൻ്റെ മാതൃകയിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഈശോ ആളുകളുടെ വാദഗതികളൊക്കെ കേട്ട് കഴിഞ്ഞ് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു. പല ആത്മീയ ഉൾക്കാഴ്ചകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആ സ്ത്രീയുടെ പാപങ്ങൾ എഴുതി ഈശോ മണലിൽ അപ്പോൾ തന്നെ വായിച്ചു കളയുകയായിരുന്നു. അതല്ല, അവളെ കൊണ്ടുവന്നവരുടെ പാപങ്ങൾ അവൻ എഴുതുകയായിരുന്നു. കാരണം ഈശോ എല്ലാവരുടെയും ഹൃദയങ്ങളെ, ജീവിതത്തെ അറിയുന്നവനാണ്. അതല്ല, ഈശോ കരുണ എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നു. എന്തായാലും എഴുതിയതെന്താണെന്ന് നമുക്കറിയില്ല. അതെല്ലാം ആത്മീയ ഉൾക്കാഴ്ചകളിൽ ഓരോരുത്തർ ധ്യാനിച്ചെടുക്കുന്നതാണ്. ചിലർ പറയുന്നു അവിടെ തൻ്റെ വളർത്തു പിതാവായ യൗസേപ്പിൻ്റെ പേരാണ് എഴുതിക്കൊണ്ടിരുന്നത്. കാരണം തൻ്റെ അമ്മയ്ക്ക് മറിയത്തിന് ഇപ്രകാരം ഒരു ഘട്ടം വന്നപ്പോൾ അവളെ ഉപേക്ഷിച്ചു പോകാതെ കരുണയുടെ വലിയ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ മാതൃക കാണിച്ച യൗസേപ്പിൻ്റെ പേര് ഈശോ മനസ്സിലോർക്കുകയും ആ പേര് മണ്ണിൽ എഴുതുകയുമായിരുന്നുവെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. സുവിശേഷം പറയുന്നു, അത് കേട്ടപ്പോൾ
മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. കുറ്റപ്പെടുത്താൻ തുനിയുന്ന നമ്മൾ പാപത്തിൻ്റെ കാര്യത്തിൽ നമ്മളും ഒട്ടും പിന്നിലല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരണം എന്ന് ഈശോ ഈ കാലത്ത്, ഈ നോമ്പ് കാലത്ത് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷെ നമ്മളിലെ കുറ്റം കണ്ടുപിടിക്കാനാണ് പാട്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഒരാളെ കുറ്റം പറയുക എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളിലെ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പൂർണ്ണരാണെന്നും കുറവുകളില്ലാത്തവരാണെന്നും ഒരു പാപവും എന്നിലില്ലെന്നും ചിന്തിക്കാനും ആശ്വസിക്കാനും ശ്രമിക്കുന്നവരാണ്. പക്ഷെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്നവർക്ക്, സ്വയം ചിന്തിക്കുന്നവർക്ക് തങ്ങളിൽ എത്രമാത്രം കുറ്റങ്ങൾ ചിന്തയുടെയും സംസാരത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും തലത്തിലുണ്ട് എന്ന് തിരിച്ചറിയാനാവും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു വിരൽ ഒരാളുടെ നേരെ ചൂണ്ടുമ്പോൾ ചുരുങ്ങിയത് 3 വിരലുകളെങ്കിലും അവനവൻ്റെ നേരെ ചൂണ്ടുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ എത്രയോ ഇരട്ടി പാപം നമ്മളിലുണ്ടാവാം. ഇങ്ങനെ ചൂണ്ടുമ്പോൾ പോലും ഒരു നടുവിരൽ താഴേക്ക് ചൂണ്ടുന്നുണ്ട്. അത് ഈശോയാണ്. ഈശോ കുനിഞ്ഞ് താഴേക്ക് നോക്കി നിഷ്പക്ഷമായി ആരെയും കുറ്റം വിധിക്കാതെ ഇരുന്നു. ഒരാളുടെ നേരെ ചൂണ്ടുന്ന വിരലുകളല്ല, നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന വിരലുകളെ കുറിച്ചല്ല, മറിച്ച് താഴേക്ക് പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന തള്ളവിരലിൻ്റെ ഈശോയുടെ മനസ്സ് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. തിരുവചനം പറയുന്നു, ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. കാര്യം ആദ്യം മനസ്സിലായത് പ്രായമുള്ളവർക്കാണ്, മുതിർന്നവർക്കാണ്. നമ്മുടെ കൂട്ടത്തിലും മുതിർന്നവരാണ് ഇളം തലമുറയ്ക്ക് മാനസാന്തരത്തിൻ്റെ കാര്യം മനസ്സിലായി ദൈവത്തിലേക്ക് വരുന്നതിൻ്റെ മാതൃക കാണിച്ച് കൊടുക്കേണ്ടത്. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലെല്ലാം മുതിർന്നവർക്ക്, മാതാപിതാക്കൾക്ക് ആദ്യം നല്ല മാതൃക കൂടെയുള്ളവർക്ക്, ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. അടുത്ത ഒരു ചിന്ത ഈശോ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്, ഈശോ അവരോട് പറയുന്ന ഒരു വാക്യമാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ദൈവത്തിന് മാത്രമാണ് വിധിക്കാൻ അവകാശമുള്ളത് എങ്കിലും ഈശോ പറയുന്നു, ദൈവമായ ഈശോ പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അവൾ ചെയ്തത് ഏറ്റവും വലിയ പാപമാണ്. സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും ദുഷിപ്പിക്കുന്ന, മലിനപ്പെടുത്തുന്ന, ദേവാലയമാകുന്ന ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന വലിയ പാപമാണ് വ്യഭിചാരമെന്ന് തിരുവചനം തന്നെ, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഈശോ തന്നെ പറയുന്നു, ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ പോലും ഞാനും നിന്നെ വിധിക്കുന്നില്ല. കാരണം ദൈവം കരുണാനിധിയാണ്. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. അതാണ് നമുക്കുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തതായി നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഒന്നും നമ്മളും കൊണ്ടു നടക്കരുത്. ഏറ്റവും വലിയ പാപത്തെ ദൈവം ക്ഷമിക്കുന്നെങ്കിൽ, ദൈവം എത്രയോ പാപങ്ങൾ നമ്മളുടേത് ക്ഷമിച്ചു തരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തതായി നമ്മുടെയും മനസ്സിലൊന്നും കൊണ്ടു നടക്കരുതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ആരോടെങ്കിലും ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും അത് മറക്കാതെ, അത് പൊറുക്കാതെ, ഉള്ളിൽ എരിയുന്ന കനൽ പോലെ വീണ്ടും വീണ്ടും അത് കൊണ്ടു നടക്കുന്നവരാണോ എന്ന് ആത്മശോധന ചെയ്യാനും, അങ്ങനെയെങ്കിൽ ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവെ, അങ്ങയെപ്പോലെ ഞാനും ഇതും മറക്കുന്നു എന്ന് പറയാനും നമുക്കും സാധിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടി ഈശോ ഇന്ന് നമ്മളോട് പറയുന്നു. അത് ഈശോയുടെ അവസാനത്തെ വാക്കുകളാണ് ഈ സ്ത്രീയോട് പറഞ്ഞത്, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. പൊയ്ക്കൊള്ളാൻ ഈശോ പറയുന്നു. അവൾ പോകുന്നത് പഴയ സ്ഥലത്തേക്ക് തന്നെയാണ്, പഴയ ജീവിത രംഗങ്ങളിലേക്ക് തന്നെയാണ്. പക്ഷെ അവൾ അടിമുടി മാറിയിട്ടുണ്ടാവും. അവളെ ഈശോ വിശ്വസിക്കുകയാണ്. എന്നിൽ നിന്ന് കരുണ സ്വീകരിച്ച ഈ സ്ത്രീ ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല, പുതിയൊരു ജീവിതത്തിന് ഉടമയായിരിക്കും എന്ന് ഈശോ അവളെ വിശ്വസിക്കുന്നു. ഈശോയുടെ ആ വിശ്വാസം ആ സ്ത്രീ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്നാണ് നമ്മളും കരുതുന്നത്. നമുക്കും ഓരോ കുമ്പസാരത്തിലും ഈശോ പറയുന്ന കാര്യം ഇതാണ്, നീ പഴയ സാഹചര്യങ്ങളിലേക്ക് തന്നെ പോയിക്കൊള്ളുക, പക്ഷെ പഴയ പാപങ്ങളിലേക്ക് നീ പോകരുത്. ഈശോ ആ കൂടെ കൂട്ടിച്ചേർത്തു, പക്ഷെ മേലിൽ പാപം ചെയ്യരുത്. മേലിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതുവരെ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഓരോ കുമ്പസാരത്തിലും ഈശോ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, നിൻ്റെ പഴയ സാധാരണ ജീവിതാവസ്ഥയിലേക്ക് നീ തിരിച്ചു പോകൂ. ഇതുവരെ ചെയ്തത് ശരിയായില്ല, നിനക്ക് തെറ്റിപ്പോയി, പക്ഷേ ഇനി നീ പുതിയ വ്യക്തിയായിരിക്കണം. മേലിൽ നീ പാപം ചെയ്യരുത്. വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു കാര്യം, അഗസ്തീനോസ് മാനസാന്തരത്തിന് ശേഷം
പഴയ തെരുവുകളിലൂടെ ഒരിക്കൽ നടക്കുമ്പോൾ, മുമ്പൊരിക്കൽ അഗസ്റ്റിൻ്റെ കൂടെ പാപം ചെയ്തിട്ടുള്ള സ്ത്രീ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അഗസ്റ്റിൻ താഴെ കൂടെ നടന്നു പോകുന്നത് കണ്ട് വിളിച്ചു, അഗസ്റ്റിൻ കം, അഗസ്റ്റിൻ വരൂ. അഗസ്റ്റിൻ അവിടെ നിന്നു, ആ വിളി കേട്ടു. അവിടെ നിന്ന് അയാൾ മുകളിലേക്ക് നോക്കി ആ സ്ത്രീയോട് വളരെ ക്ലാസിക്കലായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെൻറ്റൻസ് പറഞ്ഞു. യു ആർ ദാറ്റ് സെയിം ഓൾഡ് ലേഡി, ബട്ട് ഐ ആം എ ന്യൂ അഗസ്റ്റിൻ. നീ ആ പഴയ സ്ത്രീ തന്നെയാണ്, പക്ഷെ ഞാനൊരു പുതിയ അഗസ്റ്റിനാണ്. ഓരോ കുമ്പസാരത്തിലും ഈശോ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞ് തിരിച്ചു വിടുമ്പോൾ, നമ്മുടെ പഴയ ഇടങ്ങളിലേക്ക് വിടുമ്പോൾ, നമുക്കും ഇതുതന്നെയാവണം മനസ്സിലുണ്ടാവേണ്ടത്. ഐ ആം എ ന്യൂ പേഴ്സൺ. ഞാൻ ഈശോയുടെ പ്രതീക്ഷയ്ക്കൊത്ത് പുതിയ വ്യക്തിയായി ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ കുമ്പസാരങ്ങളെ കൂടുതൽ ഗൗരവമായി എടുക്കാനും തൽക്കാലത്തേക്കുള്ള പാപങ്ങളുടെ കഴുകിക്കളയലല്ല, മറിച്ച് എന്നേക്കുമായി ഞാൻ പറഞ്ഞ പാപങ്ങളെ പറഞ്ഞൊഴിവാക്കുന്നതാണ് എൻ്റെ കുമ്പസാരക്കൂട്ടിൽ നടന്നത് എന്ന ബോധ്യവും നമ്മുടെ ഉള്ളിൽ നിരന്തരം സൂക്ഷിക്കാം. ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്ന, നമ്മളെ തന്നെ കുറച്ചുകൂടി നല്ലതാക്കുന്ന ഈ വലിയ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ ദിവസം ഏറെ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.